Good afternoon. The next continue ചെയ്യാമേ ബാക്കി. കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പറഞ്ഞത്? ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ ഫസ്റ്റ് മെത്തേഡാണ് DD അൽഗോരിതം. ഓക്കെ. പിന്നെ സ്ലോയാ. Next we will discuss about Bresenham's line drawing algorithm. Bresenham's line drawing algorithm. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്, നമുക്ക് സ്ക്രീൻ വിസിബിൾ അല്ലയോ? ബോർഡ് കാണുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എന്തായിരുന്നു? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വരുന്ന കേസിൽ ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഓക്കെ, ടൈം കൺസ്യൂമിങ് വെൻ വി ഓപ്പറേറ്റ് വിത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഇറ്റ്സ് എ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ആന്റി ഏലിയാസിങ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, ജാഗ്ഡ് ലൈൻസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ജാഗ്ഡ് ലൈൻസ്. അപ്പോൾ ഇൻ ദിസ് കേസ് ബ്രെസൻഹാംസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ടേക്കിംഗ് ദ വാല്യൂസ് അല്ലെങ്കിൽ പോയിന്റ്സ് എടുക്കുന്നത് ക്ലോസ് ടു ദ കറസ്പോണ്ടിങ് വാല്യൂ. ഇപ്പൊ ലൈനിന് ക്ലോസ് ആയിട്ടുള്ള പോയിന്റ് എത്ര അപ്രോക്സിമേഷനിൽ എത്തുമോ, മാക്സിമം അപ്രോക്സിമേഷൻ അനുസരിച്ചായിരിക്കും വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ DD ആൻഡ് ബ്രെസൻഹാംസ്. Then it is efficient. Okay, it is efficient. ഒരു മിനിറ്റ്, just a minute. Okay. സോ ഫസ്റ്റ് പ്രൊസീജിയർ ഇപ്പൊ ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡിസിഷൻ പാരാമീറ്റർ. ഡിസിഷൻ പാരാമീറ്റർ എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഡിസിഷൻ പാരാമീറ്റർ, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, PK, ജസ്റ്റ് വാല്യൂ PK എന്ന് പറയുന്ന ഒരു വാല്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ആർ ഗിവൺ ഇനിഷ്യൽ ആൻഡ് എൻഡിങ് പോയിന്റ്സ്. ഇനിഷ്യൽ പോയിന്റ് x0 y0 x0 y0, അതുപോലെ എൻഡിങ് പോയിന്റ് xn yn, xn yn. 2 points are there. Then first step we want to calculate the delta x and delta y. Delta x and delta y. Okay, delta x equal to എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? xn മൈനസ് ഇനിഷ്യൽ പോയിന്റ് മൈനസ് ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ്. അതുപോലെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഫൈനൽ y വാല്യൂ മൈനസ് ഇനിഷ്യൽ y വാല്യൂ. ഓക്കെ, ഫൈനൽ y വാല്യൂ മൈനസ് ഇനിഷ്യൽ y വാല്യൂ. ദാറ്റ്സ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ ഇത്രയാണ് ചെയ്യുന്നത്.
ഇനി സ്റ്റെപ്പ് 2-ൽ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് 2-ലാണ് ഞാൻ പറഞ്ഞ പാരാമീറ്റർ, ഡിസിഷൻ പാരാമീറ്റർ. വി വാണ്ട് ടു സെറ്റ് ദ ഡിസിഷൻ പാരാമീറ്റർ. സോ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ഇറ്റ്. വി ടേക്ക് ഇറ്റ് ആസ് pk. pk എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ 2 del y, this is the equation, 2 del y minus del x. അപ്പം ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? pk equal to 2 into delta y minus delta x. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സപ്പോസ് ഇഫ് ദ കറണ്ട് പോയിന്റ് ഈസ് xk yk, കറണ്ട് പോയിന്റ് എന്ന് പറയുന്നത് xk yk, then we want to find the next point. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ഫൈൻഡ് ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇറ്റ് there are two cases. ഇപ്പൊ ഡിസിഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്ത് there are two cases. In the first case, if the value of pk is less than 0, pkയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വാല്യൂ വി വാണ്ട് ടു ഫൈൻഡ് pk plus 1. നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ വി വാണ്ട് ടു കാൽക്കുലേറ്റ്. സോ pk plus 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കറണ്ട് pk, കറണ്ട് വാല്യൂ പ്ലസ് 2 into delta y. Current value of decision parameter plus 2 into delta y. Then next point, next x point can be calculated as xk plus 1 equal to xk plus 1 incremented by 1. Then yk plus 1 can be calculated as yk plus 1 can be calculated as same yk, same as previous value or the initial value. But this is the first step. Okay. So we want to calculate the next point, next coordinate position. So first case we want to decide whether the parameter decision parameter is less than 0. Less than 0 ആണെങ്കിലുള്ള first case ആണ് പറയുന്നത്. So pk plus 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? pk plus 2 delta y. അതുപോലെ xk plus 1 എന്ന് പറയുന്നത് xk plus 1 and yk plus 1 should be yk. That's the first case. In the second case, if pk greater than or equal to 0, pk greater than or equal to 0, then pk plus 1 equal to pk plus 1. Equation ഓർത്ത് വയ്ക്കണം. pk plus 1 equal to current pk plus 2 delta y. 2 delta y minus 2 delta x. 2 delta x. Then the value of x coordinate xk plus 1 equal to xk plus incremented by next point xk plus 1. Then yk plus 1. yk plus 1 equal to yk plus 1. yk plus 1. അപ്പോൾ less than equal 0 വന്നപ്പോൾ yk plus 1 remains the same. Greater than or equal to 0 വരുമ്പോൾ yk plus 1 remains yk plus 1. Okay. That's the difference. These are the two cases based on the decision parameters. Then in the step 4, we want to repeat the process until we reach the final point. So final point കിട്ടുന്നത് വരെ we want to repeat the step 3 process. Okay. This is the 4 steps in BRESENHAM'S line drawing algorithm. So first step എന്താണ്? We want to calculate the delta x. Delta x എങ്ങനെ calculate ചെയ്യുന്നത്? xn minus x1. അതുപോലെ delta y ആണെങ്കിൽ yn minus y1. Then second step എന്ന് പറഞ്ഞാൽ we want to find the parameter, decision parameter using the equation pk equal to 2 into delta y minus delta x. Then third എന്താണ്? We want to find the next coordinate position, that is xk plus 1 and yk plus 1. The xk plus 1 എങ്ങനെ compute ചെയ്യും? Based on the decision parameter, there are two cases. First case, if pk less than 0, then pk plus 1 equal to pk plus 2 into delta y. If xk plus 1, new x value becomes current x value plus 1 unit. Then if pk greater than or equal to 0, then pk plus 1. Next parameter factor equal to current parameter factor plus 2 into delta y minus 2 delta x. Okay. Then xk plus 1. That is next new x value becomes current x value plus unit
increment. Then next y value becomes current y value plus 1. Okay, these are the two cases. And in step 4, we repeat the step 3 process until the final point is reached. Okay, this is the steps in BRESENHAM'S algorithm. So, നേരത്തെ പോലെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ let the initial point be 918. Let 918 be the initial point. Final point be 1422. 1422. Okay. So first step അനുസരിച്ച് എന്താണ്, we want to find the value of delta x. Delta x എന്ന് പറയുന്നത് എന്ത് വരും? 14 minus 9. 14 minus 9 5 കിട്ടും. Then we want to find the value of delta y. 22 minus 18 4 കിട്ടും. That's the first step. Second step എന്താണ്? Decision parameter compute ചെയ്യുക. Decision parameter pk. pk എങ്ങനെ compute ചെയ്യും? 2 into delta y. delta y യുടെ വാല്യൂ നമുക്ക് കിട്ടി 2 into 4 minus delta x. delta x എന്താണ്? 5. സോ നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ എന്ന് പറയുന്നത് 8 minus 5 3 കിട്ടും. ഓക്കെ, that's another step 2. Then in the step 3, based on the decision parameter, we choose whether case 1 or case 2. First case, അപ്പോൾ പി കെ ഇവിടെ എന്ന് പറയുന്നത് പി കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ കേസ് 2 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ കറണ്ട് പി കെ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ പി കെ പ്ലസ് 1 ഷുഡ് ബി പി കെ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വൈ 2 ഇൻറ്റു 4 8 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ എക്സ് 10. 3 പ്ലസ് 8 മൈനസ് 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്ത് വരും? 3 മൈനസ് 2 അല്ലെ 1 ആയിരിക്കും നെക്സ്റ്റ് പി കെ ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ. ദെൻ നെക്സ്റ്റ് പൊസിഷൻ എങ്ങനെ വരാം? എക്സ് പൊസിഷൻ എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1. സോ കറണ്ട് എക്സ് കെ എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ 9 പ്ലസ് 1 10. ദെൻ വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് y value. So current y value 18. So the value is 19. Okay. So the new coordinate എന്ത് വരും? 10 19. That's the first coordinate. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? പി കെ. നെക്സ്റ്റ് പി കെ പ്ലസ് 1 വാല്യൂ എന്താണ്? 1 ആണ്. സോ പി കെ പ്ലസ് 1 വാല്യൂ ഗ്രേറ്റർ ദാൻ 0. സോ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും? പി കെ പ്ലസ് 1ന്റെ വാല്യൂ പി കെ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വൈ 2 ഇൻറ്റു 4 8 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ എക്സ് 10. സോ മൈനസ് 1 വരും. -1. അതുപോലെ എക്സ് കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. -1 വരുമ്പോൾ ഡിസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ഡിസിഷൻ ഫാക്ടർ 1 ആണ്. സോ എക്സ് കെ കേസ് 2 ആണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇതേപോലെ എക്സ് കെ പ്ലസ് 1 ഷുഡ് ബി എന്ത് വരും? എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 ആണ്. കറണ്ട് എക്സ് കെ എന്ന് പറയുന്നത് 10. സോ 11 ആവും. വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് 19 തന്നെയാണ്. സോ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് -1 ആണ്. -1 ഈസ് ലെസ് ദാൻ 0. സോ വി മൂവ് ഓൺ ടു കേസ് 1. കേസ് 1ലോട്ട് പോവും. സോ ഡിസിഷൻ പാരാമീറ്റർ ന്യൂ ഡിസിഷൻ പാരാമീറ്റർ കമ്പ്യൂട്ട് ചെയ്യുക. അതുപോലെ എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടുത്തെ വൈ കെ പ്ലസ് 1 വാല്യൂ മാറും. വൈ കെ പ്ലസ് 1 വാല്യൂ എന്ന് പറയുന്നത് വൈ കെ പ്ലസ് 1 ആവും. സോ 20 വരും വാല്യൂ. ഓക്കെ, 20 വരും വാല്യൂ. അപ്പോൾ എക്സ് കെ പ്ലസ് 1 അവിടുത്തെ കേസിൽ കോർഡിനേറ്റ് വരുന്നത് 11 20 എന്നായിരിക്കും. 11 and 20 be the coordinate. സോറി 11 അല്ല 12 and 20 ആയിരിക്കും അവിടുത്തെ കേസിൽ കോർഡിനേറ്റ് വരിക. അപ്പോൾ ഇങ്ങനെ എൻഡ് വരെ എൻഡിങ് പോയിന്റ് തന്നിട്ടുണ്ട്. 14 and 22 ആണ് എൻഡിങ് പോയിന്റ്. സോ വി ഫൈൻഡ് ദ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്. 14 22 എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ദ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ 14 22 എത്തുമ്പോൾ അൽഗോരിതം സ്റ്റോപ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആ പോയിന്റ്സ് എല്ലാം കൂടി പ്ലോട്ട് ചെയ്താൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ദിസ് ഈസ് അബൌട്ട് ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. മറ്റതുപോലെ തന്നെയാണ് ഡിസിഷൻ പാരാമീറ്ററിന്റെ ബേസിസിൽ കാൽക്കുലേഷൻ വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ ഇഫ് ദ ഇൻറ്റിജർ അർത്തമെറ്റിക്, ഇൻ ദ കേസ് ഓഫ് ഇൻറ്റിജർ അർത്തമെറ്റിക് ഇവിടെ എല്ലാം അഡീഷൻ ആണ് വന്നേക്കുന്നത്, അധികം മൾട്ടിപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. സോ അവിടെ എന്ന് പറയുന്ന ഇൻറ്റിജർ അർത്തമെറ്റിക് എടുത്തു കഴിഞ്ഞാൽ, സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് അവോയ്ഡ്സ് ദ ജനറേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ പോയിന്റ്സ്. ഡ്യൂപ്ലിക്കേറ്റ് പോയിന്റ്സിന്റെ ജനറേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് ഹാർഡ്വെയർ യൂസേജ് ചെയ്യുന്നുണ്ട്, കാരണം ഡിവിഷൻ ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ അങ്ങനെ വരുന്നില്ല. മറ്റൊരിതാണെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻസ് വരുന്നുണ്ട്, സ്റ്റോപ്പ് ഇക്വേഷൻ ആണ്. സോ അവിടെ ഡിവിഷൻ ഓപ്പറേഷൻ വരുന്നതുകൊണ്ട് ഹാർഡ്വെയർ യൂസ് കുറയും. ഇറ്റ് ഈസ് ഓൾസോ ഫാസ്റ്റർ. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ലൈൻ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ലൈൻ ഡ്രോയിങ്. ഓൾസോ സംടൈംസ് ഇത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് സോ എഫിഷ്യൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി പി പി ടിയിലോട്ട് പോവാം. അതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് നോക്കാം. സിസ്റ്റം സ്ലോ ആയിട്ടിരിക്കുക. Bresenham's line drawing algorithm is an accurate and efficient raster scan line generating algorithm developed by Bresenham, which scan converts line using only incremental integer calculations that can be modified to display circles and other curves. So, incremental integer calculations ആയതുകൊണ്ട് തന്നെ which can be modified using circle and other curves. So, നമ്മൾ ഇനി സർക്കിൾ ജനറേഷൻ അൽഗോരിതത്തിലും ബ്രെസൻഹാം സർക്കിൾ ജനറേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so figure shows section of display screen where straight line segments are to be drawn. So section, different sections ആണ് കാണിച്ചിരിക്കുന്നത്. Section of display screen where straight line segment is to be plotted starting from the pixel at column 10 on scan line 11. So column 10 ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സെൽ പൊസിഷൻ ആണ് എടുത്തേക്കുന്നത്. കോളം 10 ഓൺ സ്കാൻ ലൈൻ 11, റോ 11 ആൻഡ് കോളം 10 കറസ്പോണ്ടിങ് പിക്സൽ ആണ് എടുത്തേക്കുന്നത്. Then second എന്ന് പറയുന്നത് section of a display screen where a negative slope line segment is to be plot starting from the pixel at column 50 on scan line 50. അപ്പോൾ കോളം 50യിൽ സ്കാൻ ലൈൻ 50 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെങ്ങനെ പോകുന്ന നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എടുത്തേക്കുന്നത്. Next, the vertical axis shows scan line positions and horizontal axis identify pixel position. Sampling at unit x intervals. In these examples, we need to decide which of the two possible pixel position is closer to the line path at each sample step. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസർ ടു ദ ലൈൻ ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ലൈനിന് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് തന്നെ കിട്ടണം. സ്പെസിഫൈഡ് ലൈൻ പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ DDA വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കിട്ടും, പക്ഷെ സം പോയിന്റ്സ് മേ ബി മിസ്ഡ്, കാരണം റൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് അവിടെ കുറച്ച് ജാഗ്ഡ് ലൈൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് അതിന് ബ്രെസൻഹാം ലൈൻ ഡ്രോയിങ് അൽഗോരിതം അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. Next, to illustrate Bresenham's approach, first consider the scan conversion process for lines with positive slope less than 1. Pixel positions along a line path are then determined by sampling at unit x intervals. Starting from left endpoint x0, y0 of a given line, we step to each successive column and plot the pixel whose scan line y values is closest to the line path. Assuming we have determined that the pixel at xk, yk is to be displayed, we next need to decide which pixel to plot in column xk plus 1.
Our choices are pixel position xk plus 1 yk and xk plus 1 yk plus 1 incremented by 1. First case, second case രണ്ടും increment ചെയ്യുന്നുണ്ട്. Then calculations നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് equation of the line y equal to mx plus b. Now for position xk plus 1. Next position y എങ്ങനെ വരും? m of xk plus 1 plus b. Next position calculate ചെയ്തു. Now calculate distance between actual line's value and lower pixel as d1 and distance. അപ്പോൾ distance ആണ് delta y minus yk. y minus yk compute ചെയ്തു. Then first distance എന്ന് പറയുന്നത് എങ്ങനെ വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m into xk plus 1 plus b minus yk. അതുപോലെ d2 കമ്പ്യൂട്ട് ചെയ്തു. സോ സെക്കൻഡ് d2 എന്ന് പറയുന്നത് yk plus 1 മൈനസ് yയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m into xk plus 1 minus b. Then now calculate d1 minus d2 രണ്ടും കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽക്കുലേറ്റ് ചെയ്ത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. d1 minus d2 equal to 2m into xk plus 1 minus 2 yk plus 2b minus 1. Substitute the equation m equal to delta y by delta x ചെയ്യുമ്പോൾ d1 minus d2 ഈ ഒരു ടേമിൽ കിട്ടും. So now we have the decision parameter pk കമ്പ്യൂട്ട് ചെയ്യുക. pk എന്ന് പറയുന്നത് del x into d1 minus d2. സോ അവിടെ pk എന്ന് പറയുന്നത് നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇപ്പൊ ഡെറിവേഷൻ ആണ് തന്നേക്കുന്നത്. ഫൈനലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും 2 ഡെൽറ്റ y xk minus 2 delta x yk plus c. Sign of pk is same as the sign of d1 minus d2. d1 minus d2 എന്ത് കിട്ടുന്നു അതായിരിക്കും pkയുടെ സൈൻ. Parameter c is constant which is independent of pixel position and will eliminate the recursive calculation of pk. Then pk negative ആണെങ്കിൽ now if pk is negative then we plot the lower pixel, otherwise we plot the upper pixel. So successive decision parameters using incremental integer calculation. അപ്പോൾ ഈ ഒരു particular incremental integer calculation വഴി അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. Now subtract pk from pk plus 1. അപ്പോൾ ഫൈനലി കിട്ടുന്നത് pk plus 1 എന്ന് പറയുന്നത് pk plus 2 delta y minus 2 delta x yk plus 1 minus 2 delta x yk. അങ്ങനെ ഒരു നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ where the terms is either 0 or 1 depends on the sign of pk. The first decision parameter is calculating using the equation. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഫോം ചെയ്തേക്കുവാണ് 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ കെ p0 എന്നുള്ള കേസിൽ. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് അൽഗോരിത്തിലേക്ക് പോകാം. അൽഗോരിത്തിന്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ദ 2 ലൈൻ എൻഡ് പോയിന്റ്സ് ആൻഡ് സ്റ്റോർ ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഇൻ x0 y0 ഇനിഷ്യൽ പോയിന്റ്. Load x0 y0 into frame buffer, that is plot the first point. Then calculate the constants delta x, delta y, 2 delta y and 2 delta y minus 2 delta x and obtain the starting value for decision parameter. Decision parameter starting value കണ്ടുപിടിക്കാം. Then at each xk along the line starting at k equal to 0, perform the following test. pk less than 0. Then the next point to plot is xk plus 1, yk. And pk plus 1 is pk plus 2 delta y. So the next point, otherwise the next point to plot is xk plus 1, yk plus 1 and pk plus 1 എങ്ങനെയായിരിക്കും? pk plus 2 delta y minus 2 delta x. രണ്ട് കേസ് ഇവിടെ പറയുന്നുണ്ട്. So repeat the steps. എത്ര ടൈംസ് ഉണ്ടോ അത്രയും ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. BRESENHAM'S algorithm is generalized to lines with arbitrary slope by considering symmetry between various octants and quadrants of xy plane. For lines with positive slope greater than 1, we interchange the roles of x and y directions. Also, we can revise the algorithm to draw line from right left point end point to left end point. അപ്പോൾ ആ ഫിഗർ ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനെ പോകും, അതുപോലെ നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ തിരിഞ്ഞു വരും. അതാണ് പറയുന്നത്. When d1 minus d2 equal to 0, we choose either lower or upper pixel. But once we choose lower than for all such case for that line, choose lower, and if we choose upper for all such case, choose upper. Negative slope ആണെങ്കിൽ the procedure are similar. Now one coordinate decreases as the other increases. ഒരു കേസാണ് പറയുന്നത്. A special case handled separately. Horizontal line delta y equal to 0, vertical line delta x equal to 0, and diagonal line delta x equal to delta y. Each can be loaded directly into frame buffer without processing them through the line plotting algorithm.
ലൈൻ പ്ലോട്ടിങ്ങിൽ പറയാതെ സ്പെഷ്യൽ കേസ് ആയിട്ട് 3 കേസ് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ബ്രെസൻഹാംസ് അൽഗോരിതം. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയാണ്. ഇത് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനിഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, അത് ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ, പാരാമീറ്റർ, ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേഷൻ. Then based on decision parameter we have to find the new value of x and y. ഓക്കെ, പിന്നെ അതിന്റെ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതനുസരിച്ച് എഴുതുക. എങ്ങനെ കിട്ടി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എക്സാമിന് എഴുതുമ്പോൾ യൂസിങ് എക്സാമ്പിൾസ് പ്ലോട്ട് ചെയ്ത് എഴുതാൻ ഓർക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കഴിഞ്ഞിനി വരുന്നത് സർക്കിൾ ജനറേഷൻ ആണ് കേട്ടോ. സർക്കിൾ ജനറേഷൻ അൽഗോരിതംസ് ആണ് ഇനി വരുന്നത്. ഇത്രയാണ് ബ്രെസൻഹാംസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം പിക്സൽ കോളം 10 ഓൺ, അതായത് പോസിറ്റീവ് സ്ലോപ്പിന്റെ കേസും നെഗറ്റീവ് സ്ലോപ്പിന്റെ കേസും ആണ് ഇവിടെ പറയുന്നത്. ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ്. ഡൗട്ട് ഇല്ലല്ലോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടെ. നേഹ ക്ലിയർ ആണോ? നേഹ ഉണ്ടോ? നേഹ ബേബി ശ്രീഷ്മ ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിക്കണം. ബോയ്സ്, പ്രണവിന് ക്ലിയർ ആണോ? പ്രണവ് സി. അജ്മൽ, അജ്മൽ ഉണ്ടോ? അജ്മൽ. ഓക്കെ, ഓക്കെ ആണ്. ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയും കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.